the taste of your mind. Kiwi ice cream. Chill the fun. സുപ്രീം കോടതിയിൽ നിന്ന് നമുക്കൊരു ചെറിയ സന്തോഷ വാർത്ത. സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൽ നിന്നുമാണ് നമുക്ക് ആശ്വാസം നൽകുന്ന വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. DY ചന്ദ്രചൂഡ് നരേന്ദ്രമോദിയുടെ, അമിത്ഷയുടെ ഗുജറാത്തിൽ നിന്നുകൊണ്ട് തന്നെ, അഹമ്മദാബാദിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായ വാക്കുകളാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളെ തടയുന്ന കേന്ദ്രത്തിന് മറുപടി നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് രാജ്യത്ത് ഒരു നിയമത്തിനെതിരെ പ്രതിഷേധം നടത്തുന്നവർ രാജ്യദ്രോഹികളാകുന്നത്? അവരെ രാജ്യദ്രോഹികളാക്കി ചിത്രീകരിക്കാൻ എന്തധികാരമാണ് ഇവിടെയുള്ള സർക്കാരിനുള്ളത്? അവർക്കുമില്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം? ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതിഷേധത്തിനും സംസാരിക്കാനും തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ അവരെ രാജ്യദ്രോഹികളാക്കുന്നവരാണ് ഈ രാജ്യത്തിന് അപകടമെന്നാണ് സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള DY ചന്ദ്രചൂഡ് തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം തരുന്ന വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്, ഇതുപോലെയുള്ള നീക്കങ്ങൾ രാജ്യത്ത് തുടരുകയാണെങ്കിൽ, അതായത് പ്രതിഷേധിക്കുന്നവരെ, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നവരെ അടിച്ചമർത്തുന്ന രീതി രാജ്യത്ത് തുടരുകയാണെങ്കിൽ അത് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥകളെ മാത്രമല്ല, രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ തന്നെ അത് ബാധിക്കുമെന്ന് സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഗുജറാത്തിൻ്റെ മണ്ണിൽ നിന്ന് അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കും മറുപടി നൽകുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കാരണം DY ചന്ദ്രചൂഡിനെ പോലെയുള്ള പ്രമുഖ ജഡ്ജിമാർ ഇങ്ങനെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തെരുവിലിറങ്ങി സംസാരിക്കുന്ന ഒരു രീതി, ആ രീതി സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കരിനിയമങ്ങൾക്കെതിരെ പോരാടുന്ന രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കുമുള്ള ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. സുപ്രീം കോടതി പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങളുമായി മുന്നോട്ട് വരാൻ പോകവേ അവിടെ നിന്ന് തന്നെ നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ അനുകൂലിക്കുന്ന ഒരു സ്വരമുണ്ടാകുമ്പോൾ ആ സ്വരം പ്രശംസനീയമാണ്. ആ സ്വരം രാജ്യത്തെ പ്രതിഷേധക്കാർക്ക് നൽകുന്ന ആർജവം തന്നെയാണ്. ശക്തമായ ഭാഷയിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ് കേന്ദ്രത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പരിധിക്കകത്ത് നിന്ന് തുറന്നടിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് പുതിയ സന്തോഷ വാർത്തകൾ വരുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രതീക്ഷയാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.